ഇന്നത്തെ വീഡിയോ ഒരു പണി ചെയ്യൽ ആണ്. അപ്പോ കണ്ടാലോ? രാവിലത്തെ ഭക്ഷണം കഴിച്ച് ഞാൻ പണി ചെയ്യാൻ ഒരുങ്ങി. ഇതിനു മുന്നേ ഈ കാണുന്ന തേങ്ങാച്ചകരികളെ സ്റ്റെയർകേസിന്റെ അടിയിലേക്ക് വെക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. പക്ഷേ അത് അത്ര സേഫ് അല്ലായിരുന്നു. ചേരപ്പാമ്പ് ഇതിനകത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. സ്റ്റെയർകേസിന്റെ അടുത്തായിട്ട് പഴയൊരു ആടിന്റെ കൂടുണ്ട്. അപ്പോ അതിനകത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴുകാൻ വെച്ച ഒരു ഷർട്ടും ട്രൗസറും എടുത്ത് ഇട്ടു. അകത്തേക്ക് കയറിയപ്പോൾ ഭയങ്കര മോശം, ഉപയോഗശൂന്യമായതിനാൽ വാറാമലയൊക്കെ കുന്നുകൂടി കിടക്കുമായിരുന്നു. ആദ്യം തന്നെ ഈ കാണുന്നതിനെയൊക്കെ വൃത്തിയാക്കി. അങ്ങനെ പറ്റാവുന്ന പോലെ ഞാൻ വൃത്തിയാക്കി വെച്ചു. ശേഷം പഴയൊരു ചൂലെടുത്ത് നിലത്ത് കിടക്കുന്ന അഴുക്കും അടിച്ചുവാരി. പണി ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും എന്റെ കാലിനും രണ്ട് കൈയിലും ഭയങ്കരമായിട്ട് അഴുക്കു കൊണ്ട് നിറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ പണി ചെയ്യാൻ തുടങ്ങി. ഒരു ചാക്ക് എടുത്ത് അതിനകത്തേക്ക് ഓരോരോ ചകിരിയെ ഇടാൻ തുടങ്ങി. ശേഷം ആദ്യം നിറച്ചു വെച്ച ചാക്ക് അതിനകത്തേക്ക് വന്ന് കൊട്ടി. ഇന്നത്തെ പണി ചെയ്യുമ്പോൾ ഞാൻ മനഃപൂർവ്വം ഒരു സാധനം എടുക്കാതെ ഇരുന്നു. അത് എന്റെ ഒരു മാസ്ക് ആയിരുന്നു. കാരണം 2-3 തവണ പണി ചെയ്യുമ്പോൾ ഞാൻ ഒരേ മാസ്കാണ് യൂസ് ആക്കിയത്. അപ്പോൾ ഇന്നത് യൂസ് ആക്കണ്ട എന്ന് വെച്ചു. രണ്ടാമത്തെ ചാക്കും നിറച്ചു കൊണ്ടുവന്ന് ഇട്ടു. 2 ചാക്കു കൊണ്ടുവന്ന് ഇടുമ്പോഴേക്കും ഒരു ഭാഗം ഫുള്ളായ പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഒരു 8-10 ചാക്ക് കൊണ്ടുവന്ന് ഇടുമ്പോഴേക്കും ഇവിടെ കിടക്കുന്ന തേങ്ങാച്ചകരികൾ കഴിയാനായി. ഞാൻ എന്റെ പണി തുടർന്നു. അവസാനത്തെ ചാക്കും കൊണ്ടുവന്ന് കൊട്ടി. എല്ലാ ചകിരികളെയും ആട്ടിൻകൂടിന്റെ അകത്തേക്ക് വെച്ചപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ഫുള്ളായി. അങ്ങനെ ഞാൻ എന്റെ പണി ചെയ്തു കഴിഞ്ഞു. ഒരു ചെറിയൊരു പണിയും കൂടി ബാക്കിയുണ്ട്. വീടിന്റെ അവിടെയുള്ള ഒരു നടവഴിയാണ് ഇത്. അവിടെ ഒരു ചെറിയൊരു കുഴി വന്നു. ശേഷം ഒരു പഴകിയ ബക്കറ്റ് എടുത്തു. അതിൽ കുറച്ച് മണ്ണ് എടുത്ത് കുഴിയിലേക്ക് ഇട്ടു. എന്നിട്ട് കാല് വെച്ച് ചവിട്ടിട്ടായിട്ട് കുഴിയെ അങ്ങ് മൂടി. ഏതെങ്കിലും ഒരു കൊല്ലത്ത് ഈ വഴിക്ക് ഒരു പുരോഗമനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.